ഏവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നുണ്ട്. നമ്മൾ വേത് ഇടുന്നത് എങ്ങനെയാണെന്നുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വേത് ഇടാനുള്ള ഇലകളെല്ലാം പറിച്ചുകൊണ്ട് വന്ന് നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ കിടപ്പുണ്ട്, അതൊന്ന് കാണണം. നമ്മൾ പ്രസവിച്ച് കിടക്കുന്ന പെണ്ണുങ്ങളെ കുളിപ്പിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ എടുക്കാൻ പോകുന്നത്. അപ്പൊ ഈ ഇല എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഇല ഇങ്ങനെ പറിച്ച് ഇല ഇതപ്പടി ഇട്ട ഇല തിളപ്പിക്കരുത്. നമ്മൾ ഇല ഇങ്ങനെ ഇതിന്റെ തുടച്ചിട്ട് ഇപ്പൊ ഒത്തിരി പൊടിയൊക്കെ ഉള്ള സമയമാണ്. അപ്പൊ നമ്മൾ ഇല ഇങ്ങനെ പൊടിച്ചിട്ട് ഇങ്ങനെ ഞരമ്പുകൾ നമ്മൾ ഊരിയെടുക്കണം. എല്ലാത്തിന്റെ ഞരമ്പ് എടുക്കണം നമ്മൾ. ഈ നരമ്പോട് കൂടിയിട്ട് നമ്മൾ കുളിപ്പിച്ചിട്ട് തിളപ്പിക്കരുത്. അപ്പൊ നമ്മൾ ഇതിങ്ങനെ തിളച്ച് കഴിയുമ്പോഴുണ്ടല്ലോ ഈ ഇങ്ങനെ നരമ്പ് ഊരി നമ്മൾ ഇടണം. അപ്പൊ എല്ലാ ഇലയുടെയും ഇതിപ്പോ കാപ്പിയുടെ ഇലയാണ് നമ്മൾ നരമ്പ് ഊരി ഇട്ടത്. അടുത്ത് നമ്മൾ പെരുകലത്തിന്റെ ഇലയാണ്. ഏത് ഇലയായാലും അതിന്റെ ഇങ്ങനെ ഞരമ്പ് ഇങ്ങനെ പുറത്തോട്ട് ഞരമ്പുണ്ട്, ഇതുപോലെ ഊരിയെടുക്കണം. ഊരിയെടുക്കുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ വെള്ളം തിളപ്പിച്ച് നമ്മൾ കുളിപ്പിക്കുമ്പോഴുണ്ടല്ലോ ഈ വെള്ളം എടുത്ത് നമ്മൾ ഈ ഇല വാരി ചെറു ചൂടോടെ നമ്മൾ ഇവരുടെ മേത്തും വയറിനും നടുവിനും ഒക്കെ ഈ ഇല വാരി തിരുമി പൊത്തി തേക്കണം. അതിനാണ്. അപ്പൊ ഈ ഞരമ്പുണ്ടെങ്കിൽ അവർക്ക് വേദന എടുക്കും. അതിനാണ് ഈ ഞരമ്പ് ഊരി എടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഇതിന്റെ എല്ലാത്തിനും ഇപ്പൊ പെരുകലത്തിന്റെ ഞരമ്പ് ഊരി. ഇനി നമ്മൾ വട്ടയുടെ ഇല, പഴുത്ത വട്ടയുടെ ഇല, ഇതിന്റെ ജെട്ടുകാലി വലയൊക്കെ ഇരിപ്പുണ്ടെന്നൊക്കെ നമ്മൾ നോക്കി ഒരുപാട് ശ്രദ്ധിക്കണം നമ്മൾ കേട്ടോ. ചുമ്മാ ഇല ഒടിച്ചുകൊണ്ട് നമ്മൾ അങ്ങ് വാരിയിട്ട് തിളപ്പിക്കരുത്. ആ ഇലയെല്ലാം നമ്മൾ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഇതിന്റെ അഴുക്കെല്ലാം തൂത്ത് കളഞ്ഞ്, മഴക്കാലമാകുമ്പോൾ ഇത്രയും അഴുക്ക് വരുമില്ല. ഈ ഉണക്കായതുകൊണ്ട് പൊടികളൊക്കെയാണ്. അപ്പൊ നമ്മൾ ആ പൊടിയൊക്കെ ഇങ്ങനെ മാറ്റി കളഞ്ഞിട്ട് ഞരമ്പ് ഊരിയിട്ടിട്ട് വേണം നമ്മളിത് കുളിപ്പിക്കാൻ എടുക്കാനൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഇതിന്റെ ഞരമ്പ് നമ്മൾ ഊരിയെടുക്കുന്നതാണ്. അന്നേരം തന്നെ ഇങ്ങനെ ഇത് വരും. കണ്ടോ, ഇത് വട്ടയുടെ ഇല. ഇനി അടുത്ത് നമ്മൾ മാവലയാണ് എടുക്കാൻ പോകുന്നത്. മാവിന്റെ ഇലയാണെന്നാലും അതുപോലെ നമ്മളിങ്ങനെ ഊരിയിട്ട് ഇതിനെ എടുത്തിട്ട് തന്നെ ഇങ്ങനെ, അല്ലെങ്കിൽ അവർക്ക് മേത്ത് വാരി പൊത്തുമ്പോ വേദന എടുക്കാനാണ് ഈ ഞരമ്പ് ഊരിയിട്ടത്. ഇങ്ങനെ ഇങ്ങനെ ഞരമ്പ് ഉണ്ട്. ഇതാണ് ഞരമ്പ് ഊരിക്കളയാണ് നമ്മള്. പണ്ടൊക്കെ ആണെങ്കിൽ വലിയ കാശൊക്കെ ഉള്ള വീട്ടിലെ പെണ്ണുങ്ങളെ പ്രസവിച്ചിടുന്നതിന് ആളെ നിർത്തിയിട്ട് ഇല ഇങ്ങനെ ഒടിച്ചുകൊണ്ട് വന്നിട്ട് അവരൊക്കെ ഇങ്ങനെ തൂത്ത് പറക്കി ഊരി ഓരോ കൊട്ട ഇല, അത് കുറച്ചൊന്നും വല്ല ഇടുന്ന കേട്ടോ, ഓരോ കൊട്ട ഇല ഇടും. അപ്പൊ അത് അടുത്ത് നമ്മൾ മാവല ഇട്ടു. നമ്മൾ ഇനി നമ്മൾ പാണലിന്റെ ഇല, അത് ഇങ്ങനെ നമ്മൾ നോക്കണം, നന്നായിട്ട് നോക്കണം നമ്മൾ കേട്ടോ. നമ്മൾ കുളിപ്പിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇതിനകത്ത് വല്ല പുഴുവോ വല്ല എട്ടുകാലുവല്ലോ ഒക്കെ ഇരിപ്പുണ്ടെങ്കിൽ അത് പല ഇതുണ്ടാവും. അപ്പൊ നമ്മൾ നന്നായിട്ട് ഇത് നോക്കി ഇതിന് ഞരമ്പ് ഊരി എടുത്ത് വേണം നമ്മൾ ഇലയിട്ട് തിളപ്പിക്കാനൊക്കെ ഉണ്ട്. ഇത് പാച്ചുവച്ചില്ല. നമ്മളിപ്പോ കുറച്ച് നിങ്ങളെ കാണിക്കാനായിട്ട് മാത്രം ഞാൻ ഈ ഇലകളെല്ലാം ഇങ്ങനെ ഊരി കാണിക്കുന്നുള്ളൂ. അല്ല മൊത്തം കൊണ്ട് നമ്മൾ ഊരി കഴിഞ്ഞാൽ നമ്മൾ ഇന്നുകൊണ്ട് ഇത് തീരത്തില്ല. അപ്പൊ നമ്മളിത് കുറേശ്ശെ ഞാൻ ഊരി നിങ്ങളെ ഒന്ന് കാണിക്കുവാണ്. ഇത് പാച്ചുവച്ചിയുടെ ഇലയാണ്. ഇനി പഴയ കാലത്തൊക്കെ ഇതിലൊക്കെ കൂടുതൽ പച്ചിലകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഇലയെല്ലാം ഇങ്ങനെ അന്യം നിന്ന് പോയി. എല്ലാവരും ഈ മരുന്നും ഒക്കെ അടിച്ച് പറമ്പൊക്കെ റബ്ബറും തോട്ടം ആയതുകൊണ്ട് നമുക്ക് ഒട്ടും ഇല കിട്ടാനില്ലാതായി. അപ്പൊ ഇത് നമ്മുടെ കുരുമുളക് പൊടിയുടെ ഇലയാണ്. ഇതിപ്പോ സാധാരണക്കാരുടെ എല്ലാവരുടെയും വീട്ടിൽ കാണും കുരുമുളക് പൊടി. അപ്പൊ നമ്മൾ അതിന്റെയും ഒരു പിടുത്ത ഇല, കുരുമുളകിന്റെ ഇല പറിച്ചെടുക്കണം. നമ്മൾ എടുത്തിട്ട് നമ്മളതിങ്ങനെ അതിന്റെ ഞരമ്പുകൾ ഇങ്ങനെ, അതിന് ഒത്തിരി ഞരമ്പില്ല. പിന്നെ വേറൊരു ഇലയുണ്ട്, കരിഞ്ഞട്ട ഇല എന്ന് പറയുന്ന ഒരു ഇലയുണ്ട്. അതൊക്കെ ഇപ്പൊ ഇവിടെ ഒന്നും കാണാനില്ല. അതൊക്കെ ചില വീടുകളിൽ കാണും കരിഞ്ഞട്ട. അതിന്റെ ഇലയൊക്കെ നല്ലതാണ് ഈ വേതിട്ട് കുളിപ്പിക്കാനൊക്കെ ഉണ്ട്. ഇനി നമ്മൾ അടുത്തെടുക്കാൻ പോകുന്ന നിറമ്പാണലാണ്. അപ്പൊ നമ്മൾ സാധാ പാണലിട്ട്, ഇത് നിറമ്പാണലാണ്. ഈ പാണലിടുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാണലിന്റെ ഇലയുടെ ഗുണവും ഉണ്ട്. പിന്നെ വല്ല എന്തെങ്കിലുമൊക്കെ വല്ല ചീത്തയുടെ ഒക്കെ ഉണ്ടെങ്കിൽ ഈ പാണലിന്റെ ഇലയൊക്കെ കിടന്ന്, ഈ നിറമ്പാണൽ ഈ പാണലിന്റെ ഇല കിടക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. അതിന്റെ വെള്ളം കുറച്ച് നമ്മൾ ആദ്യം എടുക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ ഈ വെള്ളം തന്നെ നല്ലതാണ്. അപ്പൊ അതിനാണ് ഈ പാണലിടുന്നത്. പറഞ്ഞാൽ വല്ല പണ്ടുള്ളവർ പറയും കൊതിയെന്ന് പറയും. ഈ കൊതിയൊക്കെ ഉണ്ടെങ്കിൽ ഈ വെള്ളം തിളപ്പിച്ച് ഇങ്ങനെ നമ്മൾ കുളിപ്പിക്കുമ്പോൾ നല്ലതാണ്. നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും ഒക്കെ നല്ലതാണ്. അപ്പൊ നമ്മൾ ഇനി അടുത്തായിട്ട് എടുക്കാൻ പോകുന്ന പുല്ലാഞ്ഞിയിലയാണ്. പുല്ലാഞ്ഞിയൊക്കെ ഊരാൻ, കുഞ്ഞിലയായാണ് പുല്ലാഞ്ഞിയൊക്കെ ഊരാനൊക്കെ നമുക്ക് ഇച്ചിരി പാടുണ്ട്. എന്നാലും വലിയ കുഴപ്പമില്ലാതെ നമുക്ക് എടുക്കാതെ. പുല്ലാഞ്ഞിക്ക് വലിയ ഞരമ്പൊന്നുമില്ല. കൂടുതൽ ഞരമ്പുള്ളത് കൊടിയില, കാപ്പിയില അങ്ങനെയുള്ള ഇലകൾക്കാണ് ഈ കൂടുതൽ ഞരമ്പുള്ളത്. അപ്പൊ അതിന്റെ പുല്ലാഞ്ഞിലയ്ക്ക് അത്രയും ഞരമ്പെടുക്കാനില്ല. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഇല ഇട്ട് തിളപ്പിക്കണം കേട്ടോ. നമ്മൾ എടുത്തിരുന്നത് കാശാവിന്റെ ഇലയാണ്. കാശാവിന് ഞരമ്പില്ല കേട്ടോ. കാശാവിന്റെ ആ മൂടിന്റെ അവിടുത്തെ നമ്മളിങ്ങനെ കിള്ളി എടുത്താൽ മതി. അത് ഊരിയെടുക്കാൻ നമുക്ക് പാടാ. അപ്പൊ ഇങ്ങനെ കാശാവിന്റെ ഇല തന്നെ ഇങ്ങനെ പറിച്ച് നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ
ഇങ്ങനെ എടുക്കണം. എടുത്തിട്ട് നമ്മൾ ഇട്ടാൽ മതി. കുഞ്ഞില ആയതുകൊണ്ട് അതിന് ഊരിയെടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ ഞെടുപ്പിരിക്കരുത്. ഞെടുപ്പിരിക്കാൻ ഞെടുപ്പിന്റെ ഇപ്പുറത്ത് നമ്മളിങ്ങനെ മുറിച്ചെടുക്കണം. ഇങ്ങനെ എടുത്താണ് കാശാവിന്റെ ഇല ഇടുന്നത്. പിന്നെ അടുത്തത് പാളയംകോടൻ വാഴയുടെ പഴുത്തല എന്ന് അതേത് കണ്ടോ, ഇതുപോലുള്ള പഴുത്തല വേണം പാളയംകോടൻ വാഴയുടെ ഇല. അത് മുറിക്കുകയൊന്നും വേണ്ട, ചുമ്മാ അങ്ങനെ ഇട്ട് വെച്ചാൽ മതി. ഇങ്ങനെ അങ്ങ് ഇട്ടാൽ മതി. അടുത്തത് നമ്മുടെ മടല്, നല്ല പഴുത്ത കവളം മടലുണ്ടെങ്കിൽ കിട്ടുവാണെങ്കിൽ ഒരു 3-4 കഷ്ണം നമ്മൾ ആ വെള്ളത്തിലിടണം. ഇട്ട് തിളച്ച് നമ്മൾ കുളിപ്പിക്കാൻ നേരത്തെ ഈ മടലങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി. അപ്പൊ അങ്ങനെ മടലും ഇട്ട്. പിന്നെ പഴുത്ത പ്ലാവലയ്ക്ക് ഞരമ്പുണ്ട്. ആ ഞരമ്പ് ഊരി കളഞ്ഞിട്ട് ആ പ്ലാവല ഇങ്ങനെ ഞരമ്പുള്ള ഇലയെല്ലാം ഇങ്ങനെ ഊരിയെടുക്കണം നമ്മൾ. അപ്പൊ ഇത്ര ഇലയാണ് നമ്മളിപ്പോ, എത്ര കൂട്ടം ഇലയുണ്ടെന്ന് ഞാൻ നിങ്ങളോടൊന്ന് പറയാം. നമ്മൾ എത്ര കൂട്ടം ഇലയായി എടുത്തതെന്ന്. 1 വട്ടയില, 2 പ്ലാവല, 3 പാണലിന്റെ ഇല, 4 നിറംപാണല്, 5 പെരുകലം, 6 കാശാവ്, 7 കൊടിയില, 8 പാച്ചോറ്റിയില, 9 പുല്ലാഞ്ഞി ഇല, 10 കാപ്പിയില, 11 കുരുമുളക് പൊടിയുടെ ഇല, പിന്നെ 12 മടല് മാവല, 14 കൂട്ടം ഇല ഇപ്പൊ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ നിലവിൽ നമ്മൾ 14 കൂട്ടം ഇലയാണ് പറിച്ചെടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ അരയാലിന്റെയും പേരാലിന്റെയും ഇലയൊക്കെ ചേർത്ത് അങ്ങനെ 10, 15, 20 കൂട്ടം വരുന്ന ഇലയിട്ട് വെള്ളം തിളപ്പിച്ചാൽ ഒരു കുഴപ്പമില്ല. കൂടുതലിട്ട് തിളപ്പിച്ചാൽ അത്രയും ഗുണമുണ്ട്. നമ്മളിപ്പോ ഇത്രയും ഇലയാണ് പറിച്ചെടുത്തേക്കുന്നത്. അപ്പൊ ഇതുപോലെ ഊരിയെടുക്കണം. കുളിപ്പിക്കാൻ നേരത്തെ ഇതുപോലെ നല്ല പാത്രത്തിനകത്ത് ഊരി വൈകിട്ട് ഈ വെള്ളം നമ്മൾ തിളപ്പിച്ചിടണം. തിളപ്പിച്ച് നമ്മൾ ഇട്ടിട്ട് അടച്ച് തിളപ്പിക്കുമ്പോൾ നമ്മൾ തൂവിപ്പോവരുത് ഈ വെള്ളം. വലിയ ചരുവത്തിലോ വലിയ ചെമ്പുകലോ ഉള്ളവർക്ക് ചെമ്പുകലത്തിലോ, അല്ലെങ്കിൽ വലിയ ചരുവൊക്കെ മിക്കവാറും എല്ലാ വീട്ടിലുണ്ട്, അലുമിനിയം ചരുവത്തിലായാലും മതി. അത് തിളച്ച് തൂവിപ്പോകാതെ കണ്ട് നമ്മൾ ആ വെള്ളം നന്നായിട്ട് തിളയ്ക്കുകയും വേണം. വാടരുത്. വാടിയാ ദോഷമാണ്. വാടാതെ കൊണ്ട് ഒറ്റ തീയാലെ ആ തീ കെടാതെ ആ തീയിട്ട് നമ്മൾ തിളപ്പിച്ച് നല്ല ശരിക്കും 4 വശം കൂടുകൂടെ തിളച്ച് ഇല പൊങ്ങി വരുമ്പോൾ നമ്മൾ തീ കെടുത്തിയിട്ട് വേറൊരു പാത്രം എടുത്ത് മൂടി അടച്ചു വെക്കണം. അടച്ചു വെച്ചിട്ട് നമ്മൾ രാവിലെയാണ് ഇവരെ കുളിപ്പിക്കുന്നത്. എണ്ണയൊക്കെ തേച്ച് ഈ തൈലമൊക്കെ കാണുമല്ലോ, തൈലമൊക്കെ തേച്ച് രാവിലെ കുളിപ്പിക്കാൻ നേരത്ത് ഈ വെള്ളം കോരിക്കണം. ഈ ഇലയോടുകൂടി ഈ വെള്ളം കോരിയെടുക്കണം. ഈ മടലൊക്കെ അങ്ങ് പറക്കി കളയണം കേട്ടോ. അല്ലെങ്കിൽ അവിടെ ഈ ഇലയോടുകൂടി നമ്മൾ ഈ വെള്ളം കോരിയെടുത്തിട്ട് പച്ചവെള്ളം ഒഴിക്കരുത്. ഒരിക്കലും ഇതിൽ പച്ചവെള്ളം ഒഴിച്ച് കുളിപ്പിക്കരുത്. രാവിലത്തേക്കാകുമ്പോൾ നമ്മൾ കുളിക്കാനുള്ള പാകത്തിനുള്ള ചൂടാണ്. ആ ചൂടോടുകൂടി ഈ ഇല ഇങ്ങനെ വാരി പൊത്തി അവരുടെ നടുവിനും വയറിനും കാലിനും കൈക്കും ഒക്കെ ഇല വാരി പൊത്തി തിരുമി വേണം അവരെ കുളിപ്പിക്കാനൊക്കെ ഉണ്ട്. അപ്പൊ കുളിപ്പിച്ച് കഴിഞ്ഞ് വരുമ്പോഴവർക്ക് ഭക്ഷണം കൊടുക്കാനൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ മരുന്ന് കഞ്ഞിയാണ് ഇവിടെയൊക്കെ കൊടുക്കുന്ന. മരുന്ന് കഞ്ഞിയാണ്. മരുന്ന് കഞ്ഞി പറഞ്ഞാൽ പിന്നെ ഈ കുടല് ചുരുക്കി എന്ന് പറഞ്ഞ ഒരു മരുന്നുണ്ട്. അതും പടയഞ്ചയും കൂടി ഇടിച്ച് പിഴിഞ്ഞ് ആ നീരിനകത്ത് കഞ്ഞി വെച്ച ഈ മരുന്ന് വെള്ളത്തിൽ കുളിച്ചിട്ട് ഈ മരുന്ന് കഞ്ഞിയാണ് നമ്മൾ കൊടുക്കാറുള്ളത്. ഇവിടെയൊക്കെ കൊടുക്കാറുള്ളത്. തെക്കോട്ടൊക്കെ ഇത് കുളിച്ച് വെച്ച് വരുമ്പോൾ അവർക്ക് വേറെ ഭക്ഷണം എന്നാ വെച്ചാൽ അതുപോലുള്ള ഭക്ഷണങ്ങളാണ് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ 5 ദിവസം നമുക്ക് പറ്റുമെങ്കിൽ 7 ദിവസവും അങ്ങനെ നമ്മൾ പൈസ കൊടുത്ത് നാൽപ്പാമരം മേടിച്ചിട്ട് തിളപ്പിക്കുക. അതുകൊണ്ട് 7 ദിവസം നമ്മൾ ഈ ഇലയിട്ട് ഇതിന്റെ ഈ ഇലയെല്ലാം വെന്ത ഗുണമൊക്കെ ഈ വെള്ളത്തിൽ ചെല്ലുമ്പോൾ തല കുളിപ്പിക്കരുത് കേട്ടോ. ഈ ഇല കൊണ്ട് തലയും മുഖവും കഴുകരുത്. ബാക്കി നമ്മുടെ ശരീരം കഴുത്തിന് താഴോട്ട് മുഴുവൻ ഈ വെള്ളം കോരി ഒഴിച്ച് കുളിപ്പിക്കണം. അതാണ് നമ്മുടെ വേദിട്ട്, പഴയ കാലത്ത് വേദിട്ട് പെണ്ണുങ്ങളെ കുളിപ്പിക്കുന്നത്. എന്നെയൊക്കെ എൻ്റെ അമ്മയൊക്കെ കുളിപ്പിച്ച് അങ്ങനെ വേദിട്ടാണ്. അപ്പൊ അമ്മയ്ക്ക് കുളിപ്പിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് അങ്ങനെ ഈ ഇലകളെല്ലാം അറിയാം. ഒരുമാതിരി പച്ചമരുന്നുകളൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് പക്ഷെ ഇപ്പോഴുള്ളവർക്കൊന്നും ഒരു പച്ചമരുന്നും അറിയാം. ഈ പച്ചമരുന്ന് അവർ കഴിക്കുന്നതുമില്ല. അവർക്ക് വല്ല ലേഹ്യവും അരിഷ്ടമോ അതോ ഇതൊക്കെ മേടിച്ചു കൊടുക്കുന്നു. മറ്റേ ഞങ്ങൾക്കൊക്കെ ആണെങ്കിൽ 10 ദിവസം കഴിയുമ്പോൾ ഞങ്ങൾക്കെല്ലാം കടുവ് വറുത്തരച്ച് നെയ്ക്കകത്ത്, അങ്ങനെ നെയ്ക്കകത്താണ് ഈ സാധനങ്ങളെല്ലാം, അങ്ങാടി മരുന്നെല്ലാം മേടിച്ച്, അന്ന് പേറ്റുമരുന്ന് പ്രത്യേകമുണ്ട്. ആ മരുന്നെല്ലാം മേടിച്ച് ഇടിച്ച് പൊടിച്ച് ഭരണിക്കകത്താക്കി. അന്നേരം നമ്മൾ ഉപ്പും ഒന്നും തരത്തില്ല നമുക്ക്. നമ്മൾ പഥ്യം നോക്കിയാണ് അന്ന് പ്രസവം എടുക്കുന്നതും പ്രസവിച്ച് കിടക്കുന്ന പെണ്ണുങ്ങളെ നോക്കുന്നത്. ഇന്ന് അതൊന്നുമില്ല. ഇന്ന് ചുമ്മാ നാൽപ്പാമരം മേടിച്ചോണ്ട് വരിക. ജോലിയില്ലല്ലോ ഇപ്പോൾ. ഇതിപ്പോ എന്തോരം പണി. ഇപ്പൊ രാവിലെ തുടങ്ങിയതാണ് ഞാൻ എൻ്റെ പണി. ഇപ്പൊ ഇത്രയും നേരമായിട്ട് എൻ്റെ പണി തീർന്നിട്ടില്ല കേട്ടോ. മറ്റേ നാൽപ്പാമരം മേടിച്ചോണ്ട് വന്ന് അന്ന് കിടി കെട്ടി ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് അവരുടെ മേത്ത് കോരി ഒഴിച്ച് അവർ കുളിച്ചു പോകുന്നു. അങ്ങനല്ല നമ്മൾ പോയി. അതുകൊണ്ടാണ് ഇപ്പോൾ ഉള്ളവർക്കെല്ലാം ഭയങ്കര അസുഖങ്ങളൊക്കെ. എനിക്കൊക്കെ ഇത്രയും പ്രായമായിട്ട് വലിയ അസുഖങ്ങളില്ലാതെ വന്നത് അന്നത്തെ എൻ്റെ പ്രസവത്തിന്റെ രക്ഷയിലൊക്കെയാണ്. നമുക്ക് ഒത്തിരി രക്ഷയുണ്ട്.
അതുകൊണ്ട് നിങ്ങളും എല്ലാവരും നിങ്ങളുടെ മക്കളൊക്കെ പ്രസവിച്ച് കിടക്കുന്നവരുണ്ടെങ്കിലും പ്രസവിക്കാനായിട്ടുള്ളവരുണ്ടെങ്കിലും അടുത്തുള്ളവരുണ്ടെങ്കിലും ഒക്കെ ഈ വീഡിയോ കാണണം. കണ്ടിട്ട് അവരോട് പറയണം ഇങ്ങനെ നിങ്ങൾ ചെയ്തിട്ട് ഒന്ന് കുളിക്കാനൊക്കെ. നമുക്ക് ഇല ഒടിച്ചോണ്ട് പോകാൻ പറ്റൂല്ലാത്തവരാണ് നമ്മൾ ആരോടെങ്കിലും പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് ഇച്ചിരി വേദന ഒടിച്ചോണ്ട് തരാൻ പറഞ്ഞാൽ അവർക്കറിയാം എത്ര കൂട്ടം ഇലയുണ്ടെന്ന് ഈ ഒടിക്കാൻ പോകുന്നവർക്ക് അറിയാം. അങ്ങനെ നിങ്ങൾ ചെയ്യണം. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോ വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. പിന്നെ അതുപോലെ തന്നെ ലൈക്കും കമന്റും ഒക്കെ ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ.